അദ്ദേഹം ചോദിക്കുന്നത്, ക്രിസ്ത്യൻ മതം നവോത്ഥാനങ്ങൾ കൊണ്ടുവന്ന മതമല്ലേ, എന്തിനാണ് ക്രിസ്ത്യൻ മതത്തിനെ ആക്ഷേപിക്കുന്നതെന്നാണ്. എൻ്റെ സംസാരത്തിൽ നിന്ന് ഞാൻ അടച്ചാക്ഷേപിച്ചതായി താങ്കൾക്ക് തോന്നിയോ? സാധാരണ ഒരു യൂട്യൂബിലൊക്കെ വരുമ്പോൾ എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അടച്ചാക്ഷേപിക്കുക. എന്തിനാണ് കത്തോലിക്ക സഭയെ ഇങ്ങനെ കരിവാരി തേക്കുന്നത്? ഒരു നൺ ഓഫ് മൈ കോൺഗ്രിഗേഷൻ ഇതിൻ്റെ യൂട്യൂബിൻ്റെ താഴെ എഴുതിയിരിക്കുന്നു, മരിയ, എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നു, നിന്നെ പോറ്റിയ കൈകളെ തിരിഞ്ഞു കൊത്തിയില്ലേ എന്ന്. സോ ഐ റിപ്ലൈഡ് അതിൻ്റെ താഴെ, നിങ്ങളോട് തന്നെ സഹതപിക്കൂ. എനിക്ക് ആ നണ്ണിനെ ശരിക്കും അറിയാവുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. ഐ സെഡ്, നിങ്ങളോട് പിറ്റി യുവർ സെൽഫ്, ഐ ആം ലിവിങ് എ ഫ്രീ ലൈഫ് ടുഡേ. അവരതിന് മറുപടി തന്നില്ല, കാരണം എനിക്കറിയാം ഹൗ മച്ച് സ്ട്രഗിൾ ഷി വെൻ ത്രൂ എന്നുള്ളത്. അപ്പോൾ ഞാൻ ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. ഐ ആം ജസ്റ്റ് ടെല്ലിങ് ദ ഫാക്ട്സ്, വാട്ട് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ്. ഞാൻ കണ്ടതും അനുഭവിച്ചതും മറ്റുള്ളവരെന്നോട് ഷെയർ ചെയ്തതും വിത്ത് അറ്റ്മോസ്റ്റ് സിൻസിയറിറ്റി ഞാൻ പറയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അടച്ചാക്ഷേപിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ക്ലീഷേ ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വിത്ത് റിഗാർഡ് ടു ദ ഡൽഹി ഇവൻറ്റ്, അവിടെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴേ എന്നോട് ഒരു യൂട്യൂബർ വിളിച്ചിട്ട് ചോദിക്കുവാണ്, ഒരു ബൈറ്റ് തരാമോ, അവരവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്താണ് ഇതാ? ഐ സെഡ്, ഇത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, എൻ്റെ ബൈറ്റ് അല്ല ഇമ്പോർട്ടൻറ്റ്, അവരുടെ ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഐ എം നോട്ട് ഗിവിങ് എ ബൈറ്റ് അറ്റ് ഓൾ അറ്റ് ദിസ് ടൈം. എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ നിയമമുണ്ട്. നൺസ് കൺവേർട്ട് ചെയ്തോ, അവിടെ ആൻറ്റി കൺവേർഷൻ ലോ ഉള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് തന്ന ദൾ ഇവരോട് പെരുമാറിയതിനെക്കുറിച്ച് ഇന്ന് വരെ അവരുടെ പേരിൽ കേസ് എടുത്തിട്ടില്ല എന്ന് നമ്മൾ ഇപ്പോഴും ചാനലിൽ കാണുന്നതാണല്ലോ. സോ ലെറ്റ് ദ ലോ ഓഫ് ദ ലാൻഡ്, ലോ ഓഫ് ദ കൺട്രി become more aware and more justice oriented. മഠത്തിലായിരുന്നപ്പോഴേ ഏതെങ്കിലും മെയിൽ ഈ യഥാർത്ഥ വഴിയിലേക്ക് ഒരു വാക്കെങ്കിലും ആത്മാർത്ഥതയോടെ നിങ്ങളെ നയിച്ചിട്ടുണ്ടോ? അന്ന് പരിചയമുള്ളത് ഒള്ളി പ്രീസ്റ്റാണ്. ബിക്കോസ് ഞാൻ അന്ന് കന്യാസ്ത്രീ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. എനിക്ക് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് യാതൊരു ബന്ധമില്ല, ടീച്ചറല്ല. സോ ഓൺലി ഫ്യൂ പ്രീസ്റ്റ് ആൻഡ് ഞാൻ എൻ്റെ കൂടെ പഠിച്ച് പ്രീസ്റ്റ് ആയവരോ അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ ഉള്ളൂ. അപ്പോൾ അവരെല്ലാവർക്കും അറിയാം മഠത്തിൽ നിന്ന് തിരിച്ചു പോന്നാലുള്ള കോൺസിക്വൻസസ് ഭീകരമാണെന്ന്. അപ്പോൾ സിൻസിയറായിട്ട് അവരെന്നോട് പറയുന്ന എല്ലാ സ്ട്രഗിൾസൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് മരിയ, പോകണ്ട എന്ന് മാത്രമേ പറയുള്ളൂ. അല്ലാതെ സിൻസിയർലി യു ടേക്ക് യുവർ ഡിസിഷൻ, ഐ വിൽ സപ്പോർട്ട് യു എന്ന് പറയുന്ന പൈസയുള്ള പ്രീസ്റ്റ് പോലും പറയില്ലത്. സോ പ്രീസ്റ്റ് തിരിച്ചു പോരുകയാണെങ്കിൽ അവരുടെ ലൈഫ് ബെറ്റർ ഓഫ് ദാൻ ദ നൺസ്. കാരണം അവർക്ക് പൈസ എങ്ങനെയെങ്കിലും ഒക്കെ സ്പോൺസേഴ്സ് കൊടുത്ത പൈസ ഉണ്ടാകാം, ഓർ ദേ ഹാവ് എസ്റ്റേറ്റ് ഉള്ള പ്രീസ്റ്റ് ഉണ്ട്. അവരല്ലെങ്കിൽ ആ എസ്റ്റേറ്റൊക്കെ ആക്കി വെച്ചിട്ട് ഒരു കന്യാസ്ത്രീയും കൊണ്ട് പോകുന്നത് എനിക്കറിയാം. നൺസ് ഹാവ് നോ സച്ച് പ്രൊവിഷൻസ്. അങ്ങനെ എനിക്കൊരു സഹായം ലഭിച്ചിട്ടില്ല. ഒൺലി അക്യൂസേഷൻസ്. ആദ്യമായിട്ട് എൻ്റെ കസിൻ എന്നോട് പറയുകയാണ്, പൂനെ പഠിച്ചപ്പോൾ കണ്ടുമുട്ടിയ ആരെ അച്ഛനെ കൊണ്ട് തട്ടിക്കൊണ്ട് പോകുന്നു കാണും. ഐ സെഡ്, അങ്ങനെ തട്ടിക്കൊണ്ട് പോന്നിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് കുറച്ചുകൂടെ ഈസി ആയിരുന്നേനെ. ഐ ഡിഡ്ന്റ് ഹാവ് ടു സ്ട്രഗിൾ അലോൺ. ഗവൺമെൻറ് ലൈഫ് നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടും ടീച്ചറായതുകൊണ്ടും ഞാൻ ചോദിക്കുകയാണ്, സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ ഞാനും അധ്യാപകനായിട്ട് ദീർഘകാലം അത് നമ്മുടെ ഒരു മെൻ്റൽ റിട്ടാർഡേഷൻ എല്ലാ കാര്യത്തിലും ഉണ്ടാക്കുമല്ലോ. അത് അടുത്ത തലമുറയെ കൂടെ ബാധിക്കും. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ മദർ ഒരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചതാണ്, അത് റാങ്ക് ഹോൾഡറൊക്കെയാണ്. പക്ഷേ ഐ ആം ദി ഒൺലി സൺ. ഐ ഫീൽ ദാറ്റ് ഐ ആം സോ മച്ച്, though I am a rank holder, I feel that I was mentally retarded over the years because of my mother. When I compare with her own sister who was educated in a different school, so I feel emotionally I am nearer to my mother's sister, but nobody will believe that. How about it? കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ പ്രീസ്റ്റിൻ്റെ സ്ഥാപനങ്ങൾ പഠിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രസ്റ്റീജ് ഇന്നുണ്ടോ എന്നെനിക്കറിയില്ല, പണ്ടുണ്ടായിരുന്നു, ഇന്നും ഉണ്ടാകാം. ദാറ്റ്സ് വൈ മെനി ആർ ബീയിങ് സെൻഡ് ദെയർ ആൻഡ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വിടാൻ ആൾക്കാർ ദേ ആർ ഗോയിങ് ദെയർ മച്ച് മോർ. കാരണം നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നു, നല്ല ഡിഗ്രി കിട്ടുന്നു, നല്ല നിലയിലെത്തുന്നു എന്നാണ് പറയപ്പെടുന്നത്.
ഐ ഫീൽ ഇന്ന് ഒരു റിലീജിയൻ്റെയും ആവശ്യമില്ല ഫോർ റണ്ണിങ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വെൽ. സെക്കൻഡ്ലി, നൺസിൻ്റെ ഹോസ്റ്റലിൽ എത്രയോ ഗേൾസ് ഈവൻ ടുഡേ പറയുന്നു ഈ റിട്ടാർഡഡ് ഫീലിംഗ് അവർക്ക് കിട്ടുന്നു. എന്നോട് ഈ വർഷം നഴ്സിങ്ങിന് ചേർന്ന ഒരു കുട്ടി പറഞ്ഞതാണ്, കന്യാസ്ത്രീകൾ ഞങ്ങളുടെ ഫോൺ പിടിച്ചു വെച്ചിരിക്കുകയാണ്, വൈകിട്ട് അരമണിക്കൂർ കൊടുക്കും, അങ്ങോട്ട് നോക്കത്തില്ല ഇങ്ങോട്ട് നോക്കത്തില്ല. ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിക്ക് രാവിലെ കുർബാനയ്ക്ക് പോയതിന് ശേഷം ഡ്യൂട്ടിക്ക് പോകണം. ആൻഡ് മെനി അതർ തിങ്സ്. ഈ ഗ്രൂപ്പിൽ എനിക്കത് പറയാം. നമ്മളിപ്പോൾ പറയാറുണ്ടല്ലോ, സ്കൂളുകളിലെ പ്രാർത്ഥന നിർത്തലാക്കൂ. മേക്ക് ദം മോർ എഡ്യൂക്കേറ്റഡ് ഇൻ ഹ്യൂമൻ വേസ്, നോട്ട് ഇൻ റിലീജിയൻ വേസ്. അത് കന്യാസ്ത്രീത്തരം എന്ന് പറയുമല്ലോ, എനിക്ക് ഇപ്പോഴും ഉണ്ട് കന്യാസ്ത്രീത്തരം എന്നിൽ നിന്ന് വിട്ടുപോകാത്ത. സോ ദാറ്റ് ഈസ് ടു മച്ച്. ഇറ്റ്സ് എ ഫാക്റ്റ്. അത് എല്ലാ റിലീജിയനും നോക്കിയാലും ഉണ്ടാവും. ഹൗ ഇറ്റ് ബ്രെയിൻ വാഷസ് എന്ന് പറയുമല്ലോ ചിൽഡ്രനെ മുതൽ. അതാണ് പറഞ്ഞത്, ഔട്ട് ഗ്രോയിങ് ഗോഡ്. ആ ഗോഡിനെ വിട്ട് അല്ലെങ്കിൽ ആ ചട്ടക്കൂട്ടിൽ നിന്ന് വിട്ട് ജീവിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ പറ്റുന്നത് പറയാം. എൻ്റെ കുട്ടികളൊക്കെ 2 പെൺകുട്ടികളാണ് എനിക്ക്. കുട്ടികളൊക്കെ ഉണ്ടായി. മൂത്ത മോള് 8ൽ പഠിക്കുന്നു, രണ്ടാമത്തെ മോള് 5ൽ പഠിക്കുന്ന ഒരു സമയത്ത് ഞാൻ വളരെ റിലീജിയസ് ആയിരുന്നു. എല്ലാ ധ്യാനങ്ങൾക്കും പോകും. ഞാൻ ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരു 18ഓളം ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. ഈ 18ഓളം ധ്യാനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 25 വയസ്സ് തുടങ്ങിയാണ് ഞാൻ ഇതിലേക്ക് പോകുന്നതൊക്കെ. അപ്പോൾ ഇത്ര ഭക്തിയിലൊക്കെ നടന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ വളർന്ന സമയത്തൊക്കെ ഇവരെ കൂട്ടിക്കൊണ്ട് ഞാൻ ധ്യാനത്തിന് പോകും. വൈഫ് വരികയല്ല, മിക്കവാറും വരും. ഞങ്ങൾ ബാംഗ്ലൂരിലായതുകൊണ്ട് വൈഫിന് ജോലിയും തിരക്കും. അപ്പം ഞാൻ മാത്രം ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ടാണ് ഈ ധ്യാനത്തിനൊക്കെ പല സ്ഥലങ്ങളിലും പോകുന്നത്. ഒരിക്കൽ ഞാൻ ധ്യാനത്തിൽ പോയത് കേരളത്തിലൊരു ധ്യാന കേന്ദ്രം, ഞാൻ പറയുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ധ്യാനമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ധ്യാനമായിട്ട് ഞാനിത് അന്വേഷിച്ച് പിടിച്ച് ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രം അവിടെ ആണായിട്ടുള്ളൂ. ബാക്കി പേരൻസൊക്കെ തിരികെ പോയി. ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എന്നെ അവിടെ താമസിപ്പിച്ചേ പോകും. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ആളാണല്ലോ. അപ്പോൾ കോൺവെൻറ്റിനകത്ത് എനിക്ക് താമസിക്കാൻ, അത് കൊച്ചു പെൺകുട്ടികളും ആൺകുട്ടികളും അല്ല, പെൺകുട്ടികൾക്ക് മാത്രമുള്ള ധ്യാനമാണ്. അപ്പോൾ കൊച്ചു പെൺകുട്ടികളെ ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിപ്പിച്ചതിന് അടുത്ത് തന്നെ ഒരു റൂം എനിക്കും എൻ്റെ 2 കുട്ടികൾക്കൂടെ 2 പെൺകുട്ടികൾക്കൂടെ തന്നു. നിങ്ങളിവിടെ താമസിച്ചോളാൻ പറഞ്ഞു. അതിനുശേഷം എനിക്കൊരു ഉത്തരവാദിത്തോടെ തന്നു, രാത്രി പെൺകുട്ടികൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാവുമോ എന്തെങ്കിലും ചെയ്താൽ അത് റിസോൾവ് ചെയ്യണം. കുഞ്ഞു കുട്ടികളാണ്, റിസോൾവ് ചെയ്യണം. 10-12 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. ഇപ്പോൾ ഈ ഞങ്ങൾ താമസിച്ച അടുത്ത ദിവസം തന്നെയാണെന്ന് തോന്നുന്നു, ഈ കുട്ടികളൊക്കെ ഒരു 12 മണിയായപ്പം ഓടി എൻ്റെ റൂമിൽ വന്ന് കൊട്ടി എന്നെ ഏൽപ്പിച്ചു, വിളിച്ചു. എന്താ കാര്യം എന്ന് അന്വേഷിച്ചു. ഭയങ്കര കരച്ചിലാണ് ഒരു പെൺകുട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വിഷയം. ആ പെൺകുട്ടി പറയുന്നത് എനിക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പേടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പേടിക്കാനിരിക്കുന്നത്, നീ കൂട്ടുകാരിയുടെ കൂടെ കിടന്നുറങ്ങിക്കോന്ന് ഞാൻ പറഞ്ഞു. ഒരു നോർമൽ കാര്യമല്ലേ. അപ്പോൾ പെൺകുട്ടികൾ എന്നോട് പറഞ്ഞ് എന്താണെന്നറിയാമോ, സിസ്റ്റേഴ്സിൻ്റെ കർശന ഓർഡറുണ്ട്, ഒരു പെൺകുട്ടികൾ പോലും ഒരുമിച്ച് കിടക്കാൻ പാടില്ല, സെപ്പറേറ്റ് കട്ടിലുകൾ മാത്രം കിടക്കാമെന്ന് കർശന ഓർഡറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കിടക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ 12-12:30 മണി രാത്രിയെ ഞാൻ സിസ്റ്റേഴ്സിനെ വിളിച്ചു. അവരാരും ഫോൺ എടുക്കുന്നില്ല. അവസാനം ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, നിങ്ങൾ ഇത് സിസ്റ്റേഴ്സിനോട് പറയാൻ പോകണ്ട, ഈ പെൺകുട്ടിയെ നിങ്ങൾ ആരെങ്കിലും കൂടെ കിടത്തി ഉറക്കുക. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് എനിക്ക് രാത്രി സ്വപ്നം കാണും, ഞാൻ എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നേ, എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ കിടക്കാൻ പേടിയാണെന്ന് പറയുന്നത്. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, സിസ്റ്റേഴ്സിനോട് ഈ കാര്യം പറയാൻ പോകണ്ട, നീ ഒരു കുട്ടിയുടെ കൂടെ കയറി കിടന്ന് ഉറങ്ങിക്കോ, കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അതായത് ഇവരെ ഏത് രീതിയിലാണ് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്, ഏത് രീതിയിലാണ് ആ ലൈംഗിക കാഴ്ചപ്പാട്, എങ്ങനെയാണോ ഈ സിസ്റ്റേഴ്സിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആൺകുട്ടികളോടും ഞങ്ങൾ 2 ഇടത്തിരുന്നാണ് പഠിക്കുക. ആൺകുട്ടികൾ ഒരു ബ്ലോക്ക്, പെൺകുട്ടികൾ വേറൊരു ബ്ലോക്ക്. ഞങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കൂ, പെൺകുട്ടികൾ ഇങ്ങോട്ടൊന്ന് നോക്കുകയോ ചെയ്താൽ സിസ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഹറൈസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് സമയം ആയി. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് മരിയ. ഇദ്ദേഹം പറഞ്ഞതിനോടൊരു ഷോർട്ട് റിപ്ലൈ പറഞ്ഞതിന് ശേഷം, കാരണം നൺസിൻ്റെ കിട്ടുന്ന ഇഞ്ചക്ഷൻസ് അങ്ങനെയാണ്, നോ ഫിസിക്കൽ കോണ്ടാക്റ്റ്, നോ എക്സ്പ്രഷൻസ് ഓഫ് ലവ്, അഫെക്ഷൻ, അതൊക്കെ. എന്നാൽ ലെസ്ബിയനിസം അതിനകത്ത് സംഭവിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്.
ഈയിടെ ഈ സെയിം നഴ്സിംഗ് വിദ്യാർത്ഥിനി എന്നോട് പറയുകയാണ്, അവരിൽ ഒരാൾക്ക് യൂറിനറി ഇൻഫെക്ഷനായി. അപ്പോൾ നൺ ഇൻചാർജ് ചോദിക്കുകയാണ്, ആരുടെയൊക്കെ കൂടെ കിടന്നിട്ടാണ്, നിങ്ങൾ ഒരുമിച്ച് കിടന്നിട്ടാണ് യൂറിനറി ഇൻഫെക്ഷൻ ആയതെന്ന്. അപ്പോൾ ആ കന്യാസ്ത്രീക്ക് കുറച്ച് ആയപ്പോൾ ഈ കുട്ടികൾ തിരിച്ചു ചോദിച്ചു, സിസ്റ്റർ ആരുടെ കിടന്നിട്ടാണ് യൂറിനറി ഇൻഫെക്ഷൻ ആയതെന്ന്. സോ ഇത്തരത്തിലുള്ള വികലമായ ചിന്താഗതിയും നാരോ മൈൻഡഡ്നെസ് അവർക്ക് ഇൻബിൽറ്റാണ്. അതിൽ നിന്ന് അവർക്ക് മാത്രമേ പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. ഇൻ കൺക്ലൂഷൻ, വാട്ട് ഐ വോണ്ട് ടു സേ ഈസ്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം, ദാറ്റ്സ് ടാഗോറിൻ്റെ, ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക് എന്ന് പറയുന്നത് പോലെ, ലെറ്റ് ദ നൺസ് അവേക്ക് ഇൻ ടു ദാറ്റ് ഫ്രീഡം ആൻഡ് നോട്ട് വെയിറ്റ് ഫോർ എ ഹെവൻ ബട്ട് ലിവ് ദെയർ ലൈഫ്. ഇവിടെ തന്നെ ഒരു സ്വർഗം അവർക്കുണ്ടാകട്ടെ, അവരുടെ ജീവിതവും കാഴ്ചപ്പാടുകളും മാറട്ടെ എന്ന് മാത്രമേ പുറത്തു വന്ന് എനിക്ക് ആശംസിക്കാൻ സാധിക്കുകയുള്ളൂ. അവസാനമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. മഠങ്ങളിലുള്ള കന്യാസ്ത്രീമാർ, അവർ വിക്ടിംസാണ്. സമൂഹം പോലും അവരെ മാറ്റി നിർത്തുകയാണ്, മൊട്ടേച്ചുകളെന്നും ഒക്കെ പറഞ്ഞിട്ട്. അപ്പം സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം അവരെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ കൂടെ ഉണ്ടായിരുന്ന കന്യാസ്ത്രീമാരെ പറ്റി പറയുമ്പോൾ കരഞ്ഞു പോയത് കണ്ടു. അപ്പോൾ ഒരിക്കലും അവരുടെ ഒരു ശത്രുവായിട്ടല്ല, അവരുടെ മിത്രമായിട്ടാണ് മരിയ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. താങ്ക് യു.